ഞാൻ എവിടേക്കാണെന്നുള്ളത് നമ്മുടെ ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിലേക്കുള്ള പരിപാടിയാണ്. ഇപ്പം അടുത്തുള്ളൊരു മലയാളി സ്റ്റോറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എത്താൻ പോകുന്നത് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ നോക്കട്ടെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഉണ്ട്. ഒന്ന് തുറന്ന് തന്നാൽ കൊള്ളാം. എനിക്കെന്ത് കാറ്റ് എടുക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ കാണുന്നില്ല. ഏതാണ് നോക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഇനി നോക്കിയാൽ എനിക്ക് തല കറങ്ങും. നമ്മുടെ കാനഡ ഫ്ലാഗ്. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഉത്രാടപ്പാച്ചിൽ പച്ചക്കറിയൊന്നുമല്ല കേട്ടോ, ഏത്തയ്ക്ക മാത്രം 2 വാങ്ങിച്ചു. പിന്നെ അച്ചാറിൻ്റെ സാധനങ്ങൾ. പച്ചക്കറി ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് കുറച്ചുണ്ട്, അതെല്ലാം എടുക്കുവാണ്. സോ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നോക്കി. പപ്പടമൊന്നും ഇല്ലായിരുന്നു. പപ്പടം വാങ്ങിച്ചു. ഇല പേപ്പർ, ഇത് കുറച്ച് ശർക്കരയും ചേനയും പിന്നെ ഇരിക്കുന്നു വെള്ളരിക്ക. അങ്ങനെ നമ്മുടെ എല്ലാം കൊണ്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണം ഇതൊക്കെ ഒന്ന് സൈഡിൽ കൂടെ ഞാൻ തുടങ്ങാൻ. യൂഷ്വലി ഞാൻ ഓണത്തിന് ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ തന്നെ പച്ചമാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ചെറുത് കുറച്ച് മതിയല്ലോ, ഒരു നേരത്തേക്ക് ഒരു ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അതിനൊന്നും മെനക്കെടാനിരിക്കാണ്ട് ബോട്ടിൽ പിക്കിൾസാണ് വാങ്ങിച്ചത്. ഇഞ്ചിപ്പുളിയും മാങ്ങാച്ചാറും പിന്നെ എന്താ പറയുക നാരങ്ങ. ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുവാണ്. നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അടപ്രഥമൻ വെക്കാനുള്ള ശർക്കര ഓൾറെഡി എനിക്ക് ഉണ്ട്, പകുതിയായി. അത് ബോട്ടിൽ തികയത്തില്ല. അപ്പം വേറൊരു ബോട്ടിലും കൂടി കറുത്ത ശർക്കര എടുത്തു. അപ്പം അടപ്രസം ഇപ്രാവശ്യം കുറച്ച് ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ എന്തൊക്കെയോ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയി. പകുതി ഓർമ്മ വന്നില്ല. ബാക്കിയെല്ലാം വിട്ടു. ഇനിയിപ്പോൾ ഉള്ളതും ഇല്ലാത്തതും ഉള്ളത് കൊണ്ട് ഓണം ഓട്ടിക്കും എന്ന് പറയുന്ന പോലെ അങ്ങ് പോവാം. അപ്പം ഞാൻ ഓണത്തിലേക്ക് 2026 ഓണം തുടങ്ങിക്കഴിഞ്ഞു. എനിക്കിവിടെ ഉത്രാടപ്പാച്ചിൽ നേരത്തെ ആഘോഷിക്കാനായിട്ട് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിൽ. അപ്പം വെനസ്ഡേ ആണ് എന്താ ഓണം, ട്യൂസ്ഡേ വെനസ്ഡേ അല്ല. അപ്പം അതിന് മുമ്പേ ആഘോഷിക്കുവാണ്. ലൈക്ക് അതിൻ്റെ അടുത്ത വീക്കും കൂടി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വീക്ക്, അതിൻ്റെ അടുത്ത വീക്ക് കഴിഞ്ഞിട്ട് 1-ാം തീയതി പൂജ ഇവിടുന്ന് പോവുകയാണ്, മാറി താമസിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് എനിക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം പൂജ മാറുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സാറ്റർഡേ സൺഡേ അവോയ്ഡ് ചെയ്തിട്ട് ഓണത്തിന് തൊട്ട് മുന്നത്തെ ദിവസം തൃക്കേട്ട ഇങ്ങോട്ടങ്ങോട്ട് ഓണം തന്നെയല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പം നോക്കാം. നല്ലോണം കഴുകി വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചു. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. വൻപയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആവശ്യം ഇത് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ യൂസ് ചെയ്യാനായിട്ട് ഓണത്തിന്. ബാക്കി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ എടുത്ത് വയ്ക്കുവാണ്. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം എടുത്തിട്ട് കഴുകിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒരു സ്ട്രെയിനറിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്ത് കളയാം. എക്സസ് വെള്ളമൊന്നും വേണ്ട. ഇതിപ്പം എനിക്ക് തോന്നുന്നു പുറത്തോട്ട് ചാടും തോന്നുന്നു. ഞാൻ ആ വാങ്ങിച്ച പാക്കറ്റിൻ്റെ പകുതി കൂടുതൽ, ഏതാണ് 3/4 ഭാഗം എടുത്ത വെള്ളത്തിലിട്ടു. ഓക്കെ, സോ ഈ വെള്ളം മൊത്തം മാറിയിട്ട് വേണം ഇങ്ങനെ കിടക്കട്ടെ, ഡ്രെയിൻ ആയിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ശനിയാഴ്ച തുടങ്ങി 6:15 കേട്ടോ, ചായ വയ്ക്കുവാണ്.
അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സാറ്റർഡേ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനിലേക്ക് ചുവട് വെച്ചിരിക്കുവാണ്. ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അതായത് ഇന്നലെ പോയപ്പോഴത്തേക്ക് പായസത്തിന് പഴമൊക്കെ വേണമല്ലോ, അതിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. രാത്രി ഇരുന്നപ്പോഴും ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വന്നത്. പിന്നെ അതുമല്ല, ലൈക്ക് പായസം വയ്ക്കുമ്പോഴത്തേക്ക് കശുവണ്ടി, അതും എന്താ പറയുന്നത്, മുന്തിരി, ഇതൊക്കെ ചെയ്തിടാൻ വേണ്ടിയിട്ട് ആ 2 സംഭവം കിട്ടും. തേങ്ങ ഉണ്ട്, ഉണക്കത്തേങ്ങ, കൊപ്ര, അത് വേണമെങ്കിൽ എണ്ണയിൽ മൂപ്പിച്ചിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ടിടാം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകും. ലിസ്റ്റ് ചെയ്തിട്ടല്ല പോയത്, മനസ്സിലെന്നത്തെ ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ചെന്നപ്പോഴത്തേക്കില്ലായിരിക്കണം. ഒരു റൊട്ടീൻ സ്ഥിരം പോകുന്ന ഒരു കടയല്ല അത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ ഏതാണെന്ന് വെച്ചാൽ. ഇവിടുത്തെ ചൈനീസ് സ്റ്റോറും ഇന്ത്യൻ സ്റ്റോറും തൊട്ടടുത്തുള്ളതാണെങ്കിൽ അതിന് ലൈക്ക് ഇന്ന അയലിൽ ഇന്നത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് അത് കാണുന്നത് പക്കെടുത്തോണ്ട് വരും. എനിക്കിപ്പോൾ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു വീട്ടിൽ നമ്മുടെ ഇന്ത്യൻ സാധനം തന്നെയാണ്. പിന്നെ വാങ്ങിക്കണം. ഇന്നപ്പം എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് മെയിൻ പേർപ്പസ് ഞാൻ ഇന്ന് പുറത്തിറങ്ങുന്നത് ഫാർമസി വരെ പോകണം. ഒരു മരുന്ന് കുറച്ച് തീർന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണം. റീഫിൽ ചെയ്യേണ്ട പ്രിസ്ക്രിപ്ഷൻ റെഡി ആയിട്ടുണ്ട്, അത് പോയി പിക്ക് ചെയ്യണം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എനിക്ക് വാങ്ങിക്കാനുള്ളത് ലൈക്ക് കുഞ്ഞു പഴമില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ചെറുത്, ഇലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. വലിയത് നോക്കാതെ ചെറുത് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കി എടുക്കണം. പിന്നെ ഈ കശുവണ്ടി, മുന്തിരിയും കഴിക്കണം, റേസിൻസ്, അങ്ങനത്തെ എന്തെങ്കിലും. വരുന്ന വഴിക്ക് കുറച്ച് പൂക്കൾ കളക്ട് ചെയ്യണം. അത്തപ്പൂ വെക്കണമെന്നുണ്ട്, ലൈക്ക് ഒരു ചെറിയൊരു വട്ടത്തിലെ നമുക്ക്. അപ്പം കിട്ടുന്ന ഫ്ലവേഴ്സിനനുസരിച്ചിട്ട് അതെല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നത് ആ നടന്നു പോകുന്ന അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ഇത് പൂത്തിട്ടുണ്ട്. എന്ത് പറയുന്ന പേര്, എന്ത് പേരും പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ലെന്നേ വാക്കുകൾ രാവിലെ. അതെന്തെങ്കിലും കാണുന്നിടത്ത് അല്ലായിരിക്കണം, ഭയങ്കരമായിട്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ട് 1-2 ഫ്ലവേഴ്സ് ഇങ്ങനെ ബാഗിനകത്ത് ഇട്ടിട്ട് കൊണ്ടുവരണം. ഫ്ലവേഴ്സൊന്നും ഞാൻ വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. എല്ലാ റോഡിലും വാടിക്കിടക്കുക, ഭയങ്കര വെയിൽ വരുന്ന കേട്ടോ, എല്ലാം വാടിക്കിടക്കുക. എല്ലാവരും പ്രൂൺ ചെയ്യാനായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് കളയും, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക്, ഈ ഓണം തീരുന്ന സമയം കൊണ്ട്. അപ്പം ഞാൻ അതിൽ നന്നായിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3-4 കളേഴ്സ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ചെറിയൊരു അത്തം, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ വന്നിട്ട് എനിക്ക് വീട് തൂക്കണം, തുടയ്ക്കണം. പിന്നെ നാളത്തേക്ക് ഉള്ള പച്ചക്കറികൾ വയ്ക്കണം, അരിഞ്ഞ് വെക്കണം. സാമ്പാറും അവിയലും തോരന് വേണ്ടിയിട്ടും പിന്നെ കിച്ചടി, പച്ചടി എല്ലാം വേണമല്ലോ. ബാക്കി സാധനങ്ങളൊക്കെ ആവും. എന്നിട്ട് വേറെന്താ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ആ ഒരു സെറ്റ് മുമ്പ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് നോക്കണം. എവിടേക്കോ കിടക്കുക എൻ്റെ ബ്ലൗസും അതും ഇതൊക്കെ. ആ പെട്ടിക്ക് സ്റ്റോറേജിനകത്ത് കയറാൻ പോലും പറ്റില്ല. അതിനകത്ത് പോയി നോക്കിയിട്ട് തപ്പി എടുക്കണം. എന്നിട്ട് അത് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അയൺ ചെയ്ത് ആ ഫേസൊക്കെ എടുത്തിട്ട്. സാരി ഉടുക്കാനൊന്നും അറിയില്ല, ഇപ്പം മറന്നുപോയി. പണ്ടത്തെ പോലെ അല്ല ഇപ്പം ആൾക്കാർ സാരി എടുക്കുന്നത്. ഇങ്ങനെ വടി പോലെ നടക്കും സ്റ്റിഫായിട്ട്. അതുപോലെ നമ്മൾ കൊടുത്തില്ല. സാധാരണ ഒരു 3 ലെയേഴ്സ് ഇട്ടിട്ട് അങ്ങ് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് ഇപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ലൈക്ക് പ്രൊഫഷണൽസിനെ കൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്ലേസൊക്കെ എടുത്തിട്ട് അതുപോലൊന്നും ആവില്ല. എന്നാലും നമ്മുടെ തുക്കടാ പരിപാടികളൊക്കെ അന്നേരം ട്രെയിനിൽ തോന്നുന്നത് ഒക്കെ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. പിന്നെ ഫുഡ്, ഇന്ന് രാവിലത്തെ ഫുഡ്, ഇന്നലെ കുറച്ച് മീറ്റ് റോൾസ് ഉണ്ട്, ബ്രെഡും ഇത്. അപ്പം ഇതാണ് ചായയുടെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കോർണറിൽ വന്നിട്ട് ചായ. ഇനി ഞാൻ ആലോചിക്കുക, തോരനും ക്യാബേജ് ചെയ്യണോ അതോ കോവയ്ക്ക വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ട്രഡീഷണൽ എന്താണ് അത് നോക്കി പോവാണ്. സാധാരണ നാട്ടിലെല്ലാവരും ക്യാബേജ് തന്നെയാണ് വയ്ക്കുന്നത് തോന്നുന്നു തോരന് വേണ്ടിയിട്ട്.
ഇപ്പം യൂട്യൂബിൽ കാണുമ്പോഴത്തേക്ക് പലരും ഓണം സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇടുന്നുണ്ട്, ലൈക്ക് ഒരു ദിവസം ഒരു ലൈക്ക് ഡിഷ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ലൈക്കണോ അതിനെ ആവിഷ്കരിക്കണം. പിന്നെ വേറെ ഈ കിച്ചടി പച്ചടി, നമ്മുടെ ആവക്കോട ഇല്ലേ, ആവക്കോട തൈര് ലൈക്ക് അതൊന്ന് നന്നായിട്ട് ഇതാക്കിയിട്ട്, പിന്നെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇടുന്ന കൂട്ടല്ലേ, തേങ്ങയും കടുക് നന്നായിട്ട് അരച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ പച്ച അവക്കോടയും തൈരും പിന്നെ ചേർത്തിട്ട് ഉടച്ചെടുത്ത് കടുക് താളിക്കാനായിട്ട് ഒരു പുതിയ ടൈപ്പ് ഇങ്ങനെ മനസ്സിനകത്തുണ്ട് ചെയ്യണം എന്നുള്ളത്. ചിലപ്പം ചെയ്യും കേട്ടോ, ഒരു വെറൈറ്റി ഡിഷിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ കഴിക്കത്തുള്ളൂ, ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ റീസൺ വെച്ചാൽ ഒരു പഴുത്ത ആവക്കോട ഒരെണ്ണം തീരാണ്ട് ഇങ്ങനെ കിടക്കുക കാലങ്ങളായിട്ട് ഫ്രിഡ്ജിൽ, അതൊന്ന് തീർക്കണം. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ചായ. ചൂടാക്കണമെങ്കിൽ മാത്രം ചൂടാക്കിയാൽ മതി കേട്ടോ അത് കൊടുത്ത്. ഓക്കെ, ഞാൻ അപ്പം എനിക്ക് കുറച്ച് പരിപാടി കിട്ടി കേട്ടോ. ചുമ്മാ ഇട്ട് അത് ഒരാൾക്ക് കൊടുക്കാൻ പോയിട്ട് അതിനെ അവസാനം നശിപ്പിച്ചു പൂജയ്ക്ക് കൊടുക്കാൻ പോവില്ലേ? ഒരാളല്ലേ അത് ഇതുവരെ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ കൊച്ചൊരാളാണ്. ഇനിയിപ്പോ കുളുകുളുവാ കിടക്കും. ഇത് കറക്റ്റ് ആയിട്ട് വിടണം. ഓക്കെ, നമ്മുടെ തേപ്പ് പെട്ടി റെഡി. വർഷങ്ങളായിട്ട് എടുക്കാത്ത തേപ്പ് പെട്ടി. മുണ്ടും എൻ്റെ സാരിയൊക്കെ തേക്കണം. അപ്പം ജെയിലിൻ്റെ മുണ്ട് പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇപ്പം പഴയ ഇതുകൊണ്ട് തേച്ചെടുക്കാം. കഞ്ഞിപ്പശ ഇല്ല കേട്ടോ, എല്ലാം ഒരു വളവള ആയിരിക്കുവാണ്. അടുത്ത് ഏതോ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു, അങ്ങനെ എടുത്തതാണ് എൻ്റെ എല്ലാം. അപ്പം ചെയ്ത് നോക്കാം. ഇത് സ്റ്റോറേജിനകത്ത് ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ ഓക്കെ കസവിൻ്റെ അവിടെ ഇതിൽ കഞ്ഞിപ്പശയുടെ ആ ഒരു ഇതില്ല കേട്ടോ, അതിൻ്റെ അടുത്ത് സ്റ്റാർച്ചും ഇല്ല. മൂക്കി എടുത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും തെളിച്ചിട്ടില്ല കേട്ടോ, സാധാരണ രീതി ചെയ്യാണ്. മുണ്ടല്ലേ, കുഴപ്പമില്ല, അവർക്കത് ബാധകമില്ല. പക്ഷെ നമുക്കിടുമ്പോൾ സാരി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ 2-3 വീഡിയോസ് നോക്കി കേട്ടോ. ആ വീഡിയോസിനുള്ളിൽ മെഷർമെൻറ്റ് എടുത്ത് പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ അത് പിൻ ചെയ്തിട്ട് പിന്നെ അവിടെ കൊണ്ടുവച്ച് ചെയ്യുന്നതൊക്കെ ഒക്കെ കാണുന്നത്. അത്രയും മെനക്കെടാൻ ഞാൻ പോകുന്നില്ല. പൂജനായിട്ട് സാരി എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നോ എന്നാ പറഞ്ഞത്, നോ സാരി എന്ന്. ഞാൻ 2-3 എൻ്റെ പഴയ കല്യാണ ബ്ലൗസുകളൊക്കെ ഉണ്ട്. പൂജയുടെ ഇപ്പം കറക്റ്റ് അളവാണ്, അന്ന് ഞാൻ മെലിഞ്ഞിരുന്ന സമയത്ത് ഉള്ള ബ്ലൗസിൻ്റെ അളവാണ് ഇപ്പം പൂജയ്ക്ക്. പക്ഷേ ഉടുക്കില്ലാന്ന് പറഞ്ഞു. ഞാൻ 2-3 ഇത് സെറ്റ് മാച്ചിങ്ങിന് എടുത്ത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. ഇത് ചെയ്യുന്നോ ഒരു രക്ഷയില്ല. പോട്ടെ, അപ്പം ഞാനെങ്കിലും എടുക്കാം. അപ്പം കുറച്ച് പിൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, എല്ലാം കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കോർത്ത് വെച്ചിരിക്കണം ഒരു ബാൻഡിൽ. ഇത് നീ എങ്ങനെ ഫ്ലീറ്റ് എടുക്കണമെന്ന് ആലോചിക്കണം. അപ്പം ജെയിലിൻ്റെ മുണ്ടും എൻ്റെ ഇത് സ്കേർട്ടും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഓൾറെഡി തേച്ചു കഴിഞ്ഞു. ഇതിനി കുഞ്ഞു പ്ലീറ്റ് എടുക്കണോ അതോ വലിയ പ്ലീറ്റ് എടുക്കണോ എന്ന് ആലോചിക്കാം. ലൈക്ക് വേണോ 5 പ്ലീറ്റ് അല്ലെങ്കിൽ 4-6 പ്ലീറ്റ്. തീരെ ചെറുതാക്കണോ വേണ്ട, ഏജ് 50 കഴിഞ്ഞു, അപ്പം ചെറുത് വേണ്ട. ഞാൻ കഴിക്കുന്നത് ഒരു കുറച്ച് വലിയ സാധാരണ പ്ലേറ്റില്ലേ
നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. അപ്പം ഇതൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഒരു സാരി എടുക്കും, സാധാരണ രീതിയിൽ തേച്ച് വയ്ക്കും, അതൊക്കെ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടങ്ങ് പോകും. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഈവൻ ഫോട്ടോയ്ക്കാണെങ്കിൽ പോലും വെടുപ്പോട് വന്നിരിക്കുന്ന കാണുമ്പോഴേക്കും ഒരു കൊതി അങ്ങനെയൊക്കെ ഉടുക്കാനായിട്ട്. മെനക്കേട് സത്യം ഇത്. ശീലിച്ച് പോവാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ലൈക്ക് ഇത് കുറച്ച് കാലം എന്നല്ല, എത്രയോ വർഷമായി പൊതുവെ സാരി ഉടുക്കുന്നത് ഞാൻ കുറവാണ്. നാട്ടിലാണെങ്കിൽ പോലും സൽവാറും ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതേ. ഇവിടെ വന്നിട്ട് അതൊട്ടുമേ ഇല്ല. കാണുന്നുണ്ടല്ലോ, ഒരു ട്രൗസറും ഒരു ടീഷർട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു നിക്കറും ഒരു ടീഷർട്ടും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഓടും. അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ. അപ്പം അതിൽ 5 മീറ്റർ സാരി ഉടുക്കണമെന്ന് വെച്ചാൽ ബ്രെത്ത്ലെസ് ആവുകയാണ്. ഇത് എന്താ ഏതാ ഇനി എവിടെ കൊണ്ട് പ്ലേറ്റ് ഇടണം, എന്ത് ചെയ്യണം? കുറച്ച് വലിയ ചെറിയ ഫ്ലീറ്റ് അല്ല, ഞാൻ വലിയ ഫ്ലീറ്റ് തന്നെ എടുക്കുന്നത്. സാധാരണ എൻ്റെ ഏജിന് മാച്ച് ആവുന്നത്, ലൈക്ക് നോട്ട് ലൈക്ക് മറ്റേ പാറ്റേൺ. കുട്ടി ഐ എം നോ മോർ കുട്ടി. അപ്പം ഏജിനൊത്ത വയസ്സിനൊത്ത കളി കളിച്ചാൽ മതി. അപ്പം നല്ല ഇറക്കത്തിൽ, ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഈ ഇറക്കത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ വെച്ചൊരു പിന്ന് കുത്തിയിട്ട് പിന്നെ ബാക്കി പതുക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് തേച്ചെടുക്കണം. ഈ ഫ്രണ്ട് ഭാഗം ലൈക്കണം കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിൽ. എന്നിട്ട് പിന്നെ അടുത്ത് വരുന്ന ഫ്ലീറ്റിൽ അപ്പം പിന്നെ കുത്തി തുടങ്ങട്ടെ. അയ്യോ രാമ. അപ്പം ഇതാണ് കണക്ക് ഈ ഹൈറ്റിൽ. ചെരുപ്പ് ഇട്ട് വീട്ടിൽ ഇതിലൊന്നും ഞാൻ നടക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹൈറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റായിട്ട് തേച്ച് തുടങ്ങാം. അപ്പം അതിന് മുമ്പ് പിന്നെ ഇപ്പം മറന്നു എവിടെ ഹൈറ്റ് ഏതാ എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ വെച്ച് പിന്നെ കുത്തോണം. ഇന്നലെ ഞാൻ പോയ മലയാളി സ്റ്റോറിൽ ബ്ലൗസും സാരി സെറ്റും കൊണ്ട് റെഡിമെയ്ഡ് ബ്ലൗസസ് അല്ലേ, അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കണ്ടായിരുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയപ്പോൾ അതൊന്നും നോക്കാനുള്ള സമയമില്ല. ഇച്ചിരി വെള്ളം തെളിച്ചിട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഒരു മാക്സിമം പോയാൽ ഒരു 2 മണിക്കൂർ ഞാൻ ഉടുത്തിരിക്കാൻ പോകുന്നത്. പിന്നെ ആ സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറും. പിന്നെ എന്തിനാ സാരി ഫുൾ ഡേ എടുക്കുന്നില്ലല്ലോ. പിന്നെ വീട്ടിലെ ഫങ്ഷനാണ്, പുറത്ത് പോകുന്നതല്ല. അപ്പം ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഒക്കെ നന്നായിട്ട് ഇടാൻ പറ്റുമല്ലോ, ലൈറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. കസവിൽ ചൂട് കൊള്ളുമ്പോൾ സ്മെല്ല് വരുന്നു. എൻ്റെ അടുത്ത് ഒരു 3-4 ഇതുണ്ട് കേട്ടോ. ടിഷ്യൂ സാരി ഉണ്ട്, മുണ്ടും നെയ്തതും ലൈക്ക് നാട്ടിൽ തന്നെ വെച്ചിട്ട് വന്നു, കൊണ്ടുവന്നിട്ടില്ല. അതവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ എല്ലാം സാരിയാണ്. ടിഷ്യൂ സാരിയുണ്ട്, അല്ലാതെ ഇത് സെറ്റും മുണ്ടും സാരിയുണ്ട്. പിന്നെ പ്രിൻ്റ് ഉള്ളതല്ല, ബ്ലാക്കും കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റ്സ് ഉള്ളത്. അതിലും താഴെയുള്ള പെട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഇയർ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ സമയത്തൊന്നും ചെയ്തില്ലായിരുന്നു. അതിൻ്റെ മുന്നത്തെ വർഷം പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം അതൊക്കെ ഏറ്റവും താഴത്തെ പെട്ടിയില്ല. ഭയങ്കര
അവിടെയൊക്കെ ജങ്കായിട്ട് എടുക്കാം സ്റ്റോറേജിലെ. അപ്പോൾ കയറി എടുത്ത് മെനക്കെടാനുള്ള ഒരു ആരോഗ്യമില്ല. അപ്പം നല്ല എനർജി ഉണ്ടെങ്കിൽ ഇറങ്ങാം. പിന്നെ അതുമല്ല, എനിക്ക് പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. സോ ഞാനൊരു തട്ടിക്കൂട്ട് തേപ്പാണ് കേട്ടോ തേക്കുന്നത്. അങ്ങ് തേച്ചങ്ങ് വിടുവാണ്. വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ വീട്ടമ്മമാർ അവരുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്ന് കാണിക്കുവാണ്. എല്ലാം വേണം, ഈ രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഓക്കെ, സോ ഈ ഏരിയ ഇനി അനങ്ങത്തില്ല, അങ്ങ് കിടക്കും. സി ഇൻ കേസ് ഞാൻ അതിനെ ഇങ്ങനെ വിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ മാത്രം, ലെയറായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ അതുള്ളൂ അതിങ്ങോട്ട് വരുന്നത്, ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തിരിക്കുന്ന സ്ഥലത്ത് ഇനി ഇത് ഈ സൈഡിൽ ഉള്ളതൊക്കെ നോക്കാം. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വല്ല വിധേന ഞാൻ തേച്ചു ഒരുവിധം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കേർട്ട്, സാരി, ബ്ലൗസ് ഇത് തേച്ചതൊക്കെ താഴെ പോകും. ഒന്ന് പതുക്കെ കൊണ്ട് ഹാങ്ങറിൽ അങ്ങനെ അങ്ങ് ഇടുവാണ് നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് ജയദേവിൻ്റെ മുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒതുക്കി കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ഉത്രാട പാച്ചിലെന്ന് പറയുന്നത് ഫുഡ് വാങ്ങിക്കാനും ബാക്കിയുള്ള സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോസ്റ്റ്യൂംസും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൽ ഞാനൊരു സെറ്റ് എനിക്ക് കുറച്ച് വളകളുണ്ട്, പൂജയിലാണ്. അപ്പം അതൊരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക ഇടാണ്ട്. ഇതിൽ എനിക്ക് പറ്റിയ വളകൾ എന്തെങ്കിലും നാളത്തേക്ക് ഇടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുവാണ്. പിങ്കാണ് കൂടുതലുള്ളത്, ഒരു ഫുൾ സെറ്റുണ്ട്. ഇത് കുഞ്ഞു വളകൾ, ഇത് കറക്റ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കൈക്ക് കയറത്തില്ല. കുട്ടിയുടെ കൈക്ക് പണ്ടത്തെ വളകളായിരുന്നത്. ഇതിപ്പം കുറച്ച് വലിയ പെണ്ണുങ്ങളുടെ വളയാണ്. അപ്പം ഇത് 1-2 എടുത്തിട്ട് കുറച്ച് ആ സ്വർണ്ണ വളയുടെ ഇടയിൽ കയറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കൈ പൊള്ളി കേട്ടോ, നന്നായിട്ട് പൊള്ളി. തേച്ച് അവസാനം എൻ്റെ സ്കിന്നിന് കയറി ഞാൻ തേച്ചു. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഇത് എന്തെങ്കിലും ചുറ്റാനായിട്ട്, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടും. ചിലപ്പോൾ ഇതൊന്നും ഇടില്ല. ഇതൊക്കെ ഫാൻസി കുറച്ച് കഴിയുമ്പോഴത്തേക്കില്ല കയ്യിൽ കടി വരും, ഭയങ്കരമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ 1-2 ആഴ്ച വരെ ഒരേ ചൊറിച്ചിലായിരിക്കും. ഓക്കെ, കാര്യമായിട്ട് കളക്ഷൻസ് ഒന്നും ഇല്ല. ആകെ കൂടി 1-2 സെറ്റ് ഏതോ ഒരു സമയത്ത് ഡ്രസ്സിന് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ ഇയർ റിങ്സ്, ഇതൊന്നും ഞാൻ ഇടുന്ന ഒരു വ്യക്തിയല്ല. ഹെയർ ക്ലിപ്പ്, അപ്പം എൻ്റെ കോസ്റ്റ്യൂംസ് മെറ്റൽ, ബ്ലാക്ക് മെറ്റൽ അങ്ങനത്തെ ഒക്കെ പണ്ട് ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര ഇഷ്ടം ഇടുന്നത് വളമായിട്ടുള്ളത്, വലിയൊരു കടികം മാത്രമുള്ളത്. പക്ഷെ ഭയങ്കര അലർജിയായിരിക്കും. പിന്നെ അത് നിർത്തി. ഇപ്പം അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഇടാറില്ല, ഒന്നും ഇട്ടിട്ടും ആവശ്യമില്ല. എൻ്റെ ഒന്നും ഇതില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇനി എനിക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൂക്കണം, തുടയ്ക്കണം, ഡ്രയറിൽ തുണികൾ ഓടുന്നുണ്ട്. ദെൻ വാട്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഫാർമസി ഇപ്പം തുറന്നു കാണില്ല. അത് തുറക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് പോകണം, ആ മരുന്ന് പിക്ക് ചെയ്തിട്ട്. പിന്നെ പഴങ്ങളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൂക്കൾ കുറച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചെറിയ അത്തപ്പൂ ഈ ഒരു സെൻറ്ററിൽ, അതിൽ കുറച്ച് ഡിസൈൻ കിട്ടുന്ന പൂക്കൾക്ക് അനുസരിച്ചിട്ടുള്ള കുറച്ച് പച്ചിലയും പറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പം ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അപ്പം എൻ്റെ ഓണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയാവുകയാണ് ഇവിടെ. സാധാരണ ചോറും കുറച്ച് പയറ് വേവിക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻ. കുറച്ച് പൂക്കൾ വരുന്ന വഴി കാട്ടുപൂക്കളൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇതൊക്കെ കുറച്ച് ഗ്രീനായിട്ട്. ഞാൻ എപ്പോഴും ഇതിൻ്റെ പേര് മറക്കും. ഹൈഡ്രാഞ്ചോ, അതിൻ്റെ മൾട്ടി കളേഴ്സ് ആ ഫ്ലാറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്നു.
അത് കുറച്ച് ഗ്രീനിന് വേണ്ടിയിട്ട്, പിന്നെ ഇതേ ഇങ്ങനത്തെ 3-4 കളേഴ്സ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു അത്തപ്പൂ വയ്ക്കും. പഴം വാങ്ങിച്ചു കേട്ടോ, ഫൈനലി പഴുത്തിട്ടില്ല, പച്ചയായിട്ട് തന്നെ ഇരിക്കുന്ന, നാളത്തേക്ക് ശരിയാവുമായിരിക്കും. പിന്നെ കശുവണ്ടി വാങ്ങിച്ചു പായസത്തിനിടാൻ വേണ്ടിയിട്ട്. റേസിൻസിന് പകരം പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പ്രൂൺസ് അടപ്രഥമനിൽ ഫൈനലായിട്ട് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട്, എന്നിട്ട് എൻ്റെ മേത്തൂടെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിൻ്റെ കളക്ഷൻ. ഇനി ഒരു സമയം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഇതെല്ലാം ഞാൻ അവിടെ കൗച്ചിൽ കയറിയിരുന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ എനിക്ക് മുരിങ്ങാക്കോലിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫ്രോസണ്. അതുപോലെ തന്നെ ചേന. അപ്പം ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മത്തങ്ങ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുമ്പളങ്ങ ഓളം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതെല്ലാം കൊണ്ട് ഒരു ഓണസദ്യ ഒരുക്കാൻ പോവുകയാണ് നാളത്തേക്ക്. അടപ്രഥമൻ പായസത്തിന് വേണ്ടിയിട്ട് അട വെള്ളത്തിൽ ഇപ്പോൾ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വൈകിട്ട് അട ഉണ്ടാക്കും, അടപ്പായസം. പിന്നെ ഇതേ ചൗരി വെള്ളത്തിട്ട് വെച്ചിരിക്കാം. അപ്പം ഇത് രണ്ടും കൂടി പ്ലസ് തേങ്ങാപ്പാൽ, അപ്പം ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. എല്ലാം കൊണ്ട് ഒരു ജഗ്ഗിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കണം. ഇങ്ങനെ തന്നെ കാണാൻ കൊള്ളാം. എന്താ രസം. ഇതിന് അത്തമായിട്ട് വെക്കണോ അതോ ഇത് ഇങ്ങനെ തന്നെ വെക്കണോ എന്ന് ആലോചിക്കുക. എപ്പോഴും ഞാനിങ്ങനെ ഐഡിയാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒന്ന് കാണുന്നതിൻ്റെ ഭംഗി അടുത്തതിൽ വേറെ എന്തെങ്കിലും വെക്കുമ്പോഴത്തേക്കില്ലേ അത് വേറൊരു ഭംഗിയായിട്ട് തോന്നും. പായസം ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. അടയും ചുവരും കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കണം, തിളപ്പിക്കുവാണ്. പിന്നെ ഇത് പച്ചക്കറികളൊക്കെ ഏതാണ്ട് അടുക്കളയിൽ തന്നെ ഇരുന്ന് അരിയാൻ ഉദ്ദേശിച്ചിരിക്കുക. സോ അവിയലിന് ഈ വലിയ ചട്ടിയിൽ, മറ്റത് സാമ്പാറിനുള്ളതാണ്. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യും. പിന്നെ വേണ്ടാത്തത് നമ്മുടെ ലൈക്ക് വെജിറ്റബിൾ ലൈക്ക് സാമ്പാർ മിക്സ്, അവിയൽ മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കില്ലേ, അതുപോലെ ഓരോ കവറിൽ എടുത്ത് വയ്ക്കും. ഇതിപ്പം ചേനയും മുരിങ്ങാക്കോലും എന്തോ ഒരു പയറാണ്, അതും പച്ചമുളകൊക്കെ അരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഇരുന്ന് ഞാൻ അങ്ങറ്റത്തിരുന്ന് ഞാൻ തുടങ്ങുവാണ്. അപ്പോൾ തിരിച്ചു വന്ന് കുമ്പളങ്ങ എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ലൈക്ക് കുറച്ച് മതി എനിക്ക് ഓളിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് സാമ്പാറിൽ ഇടാൻ ഉദ്ദേശിക്കണം. എല്ലാത്തിലും ലൈക്ക് എല്ലാ വെജീസിലും മിക്സ് ചെയ്തിട്ട് പോകും. അടിയിലാണെങ്കിലും എല്ലാത്തിനും എടുക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. ഞാൻ വേസ്റ്റ് ഇരുന്ന് ഒരു പ്രാവശ്യം അങ്ങോട്ട് എനിക്ക് മാറി ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ബാസ്ക്കറ്റ് ചേർത്ത് വയ്ക്കണം. ഇനി ഇത് നീളത്തിൽ അരിഞ്ഞ് ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ അവിയലിനുള്ളത് ആവും. എല്ലാം ഫ്രീസറിൽ വെക്കുന്നുണ്ടാണ് കേട്ടോ ഇത്രയും ഇതാവുന്നത്. വാങ്ങിച്ചിട്ട് സെയിം ഡേ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കണോ? ഇങ്ങനെ നീളത്തിൽ.
ഈ സാമ്പാറിന് ഞാൻ തോട് കളയത്തില്ല കേട്ടോ, തോടോട് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടുള്ളത് സാമ്പാറിലേക്ക് അപ്പുറത്ത് അങ്ങോട്ടേക്ക് മാറ്റുവാണ്. നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ച് വെച്ച നമ്മുടെ അടയില്ലേ ഇങ്ങോട്ടേക്ക് എടുക്കുവാണ്, സ്ട്രെയിൻ ചെയ്തിട്ട്. കൂടുതൽ ഇനി തിളക്കേണ്ട. ഇവിടെ ശർക്കര അരിയാനായിട്ട് വെച്ചിട്ടുണ്ട്. താകട്ടെ, അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. കുറച്ചൊന്നായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു കേട്ടോ ഏതാണ്ട്. ഇനി അങ്ങോട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആ ശർക്കര ഇരുന്ന് കണ്ട് തിളയ്ക്കണം. ചൊവ്വരിക്ക് വെന്ത് തുടങ്ങി ഇതിനകത്ത്. ഇനി ഏതെല്ലാം ഇതിനകത്ത് കിടക്കട്ടെ. നന്നായിട്ടൊന്ന് മധുരം കുറവാണ്. ഇത്രയും ക്വാണ്ടിറ്റിക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് വാങ്ങി വെക്കുമ്പോഴത്തേക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാല്. അപ്പം ഇത് അവിടെ കിടന്ന് തടഞ്ഞു. ഏത്തക്കായെ ഇതുപോലെ തൊലിയില്ലേ ചെറുതായിട്ടൊന്ന് പേ ചെയ്താൽ മതി കേട്ടോ. അത് ഒത്തിരി അങ്ങ് വേസ്റ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല, വേസ്റ്റൊന്നുമില്ല. ഇത് നമുക്ക് ഇത് അതുപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് കാര്യം ഞാൻ അവിയലിന് നീളത്തിൽ അരിയുന്നത്. ആദ്യമൊക്കെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ 2 ഏത്തക്ക വാങ്ങിക്കും. അതിൽ ഒരു പകുതി എടുത്തിട്ട് ചിപ്സ് ആക്കും. കാരണം 3 പേരല്ലേ ഉള്ളൂ. ഓരോ സൈഡിൽ ഇലയ്ക്ക് വെക്കാൻ എത്ര വേണം? 3-4 ചിപ്സ്. എന്നിട്ട് ബാക്കി പകുതി ശർക്കര വരട്ടി ഉണ്ടാക്കും. ഇപ്രാവശ്യം ഞാൻ അതൊക്കെ റെഡിമെയ്ഡാണ് വാങ്ങിച്ചത്. അപ്പം ആ 2 ഏത്തക്കയും ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പഴുക്കത്തുമില്ല എങ്കിൽ പഴുത്തും പോയി, അങ്ങനത്തെ സിറ്റുവേഷനിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം യൂസ് ചെയ്ത് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യത്തക്ക രീതിയിൽ എടുത്ത് മാറ്റി ഒരു കവറിലിട്ടിട്ട് ഒരു ഫ്രീസറിനകത്ത് വയ്ക്കും. അവിയൽ വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാലോ. അവിയലിന് 1-2 ക്യാപ്സിക്കം ഇട്ട് നോക്കണം കേട്ടോ. ഞാൻ പണ്ട് നാട്ടിലിരുന്നപ്പോഴത്തേക്ക് വെറും ക്യാപ്സിക്കം വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ജയദേവിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം ശാസ്ത്രമംഗലത്ത് നിന്ന് ഞാൻ ഒരു രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അന്ന് എനിക്ക് കിട്ടിയ ഫുഡായിരുന്നു ചോറും ഈ ക്യാപ്സിക്കം കൊണ്ടവിയൽ. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ? പെട്ടെന്ന് വന്നിട്ട് ഉണ്ടാക്കി തന്നതാണ്. 7 പിടിയെന്ന് പറഞ്ഞിട്ട് വെറും ക്യാപ്സിക്കം വെച്ചിട്ട്. അപ്പം ഞാൻ ഏതായാലും എൻ്റെ ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ അവിയലിൽ ഓണസദ്യയിൽ ക്യാപ്സിക്കം കൂടി മിക്സ് ചെയ്യണം. നമ്മുടെ ഏത് നാട്ടിലുണ്ടോ ആ നാട്ടിലെ വെജിറ്റബിൾസും കൂടി യൂസ് ചെയ്യണം. അപ്പം പച്ച ക്യാപ്സിക്കം ഞാൻ ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കുകയാണ്. 3-4 കളേഴ്സ് ഉണ്ട്. അപ്പം എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് പിന്നെ കാണിച്ചു തരും. അപ്പം ഞാൻ ക്യാപ്സിക്കം ആവശ്യത്തിനുള്ളത്, അതായത് ഓരോ കളേഴ്സിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് നാളത്തേക്ക് അവിയലിന് വേണ്ടിയിട്ട് ഇടുവാണ്. പച്ച, ചോല, കാവി. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ പ്ലാസ്റ്റിക് കവറിൽ എടുത്തു വെക്കണം. ഇത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നാളെ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ബാക്കി ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടും മഷ്റൂം കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എടുക്കുന്ന സമയത്ത് അന്ന് എന്ത് കറിയാണ് വെക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാൻ ചൂസ് ചെയ്തെടുക്കും ഈ കവറിൽ നിന്ന്. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചിടുവാണ്. അപ്പം
നമുക്ക് കിച്ചടിയിലേക്കുള്ള പരിപാടിയാണ്. കിച്ചടിയും പച്ചടി. വെള്ളരിക്കയും ബീറ്റ്റൂട്ട് ആദ്യം വെള്ളരിക്ക എടുക്കാൻ പോകണം. ഇല്ലെങ്കിൽ വീട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളരിക്ക അത്രയും ചുവ വരും. അപ്പം ഇതൊക്കെ ഒന്ന് പീസ് എടുക്കട്ടെ. വേസ്റ്റ് കുറേ ആയി അക്യുമുലേറ്റ് ചെയ്ത് വരുന്നു. ഇപ്പം ശർക്കര പായസം മാതിരി ആയിട്ടുണ്ട് അട. ഇനി ഞാൻ ഇതിൽ തേങ്ങാപ്പാൽ ഇടാൻ പോവാണ് കേട്ടോ. നല്ല ഇത് 1-ാം പാൽ തന്നെയാണെന്ന് തോന്നുന്നു. 2ഉം 3ഉം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും കുറച്ച് കിടന്ന് അതിലന്നാവട്ടെ. മിക്സ് ചെയ്ത് കൊടുക്കാം. അടപ്രഥമൻ റെഡിയായി വരുന്നു. നാളത്തേക്ക് എടുക്കാനാണ്. ഇന്ന് നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്ത് ഒരു സൈഡിൽ ഫ്രിഡ്ജിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ എടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ളത് കുറച്ച് എടുത്തിട്ട് ചൂടാക്കി ഇച്ചിരി പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ഇട്ട് എൻ്റെ കശുവണ്ടിയും പ്രൂൺസും എല്ലാം ഇട്ടിട്ട് എടുക്കാം. വെള്ളരിക്ക കറിക്ക് വേണ്ടി വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് പച്ചടി ഓർ കിച്ചടി എന്താണെന്ന് വെച്ചാൽ കറി ഇതിൽ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വയ്ക്കാൻ പോവാണ്. അപ്പം ഇതിൻ്റെ കഴിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നീരെത്ര ഇറങ്ങിയിട്ട് നാളെ രാവിലെ വേവിക്കുന്ന ടൈമിൽ ആ വെള്ളം മാറ്റിയിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേവിച്ച് പച്ചടിയാക്കാം. ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. ഓളന് വേണ്ടിയിട്ട് കുറച്ച് പയർ കൂടി എടുത്തിട്ട് നേരത്തെ കുതിർത്ത് വെച്ച് റെഡിയായിട്ട് ഉണ്ട്. ആ പയറിന് ഒരു പിടി എടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇല്ല ആക്ച്വലി എൻ്റെ അടുത്ത് തേങ്ങാപ്പാലും കറിവേപ്പിലയും എത്രയേ ഉള്ളൂ അതിനകത്ത് ഞാൻ എടുക്കുന്നത് എൻ്റെ രീതി. ഓക്കെ, അപ്പോഴേ ഏതാണ്ടൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചത്. ഇന്ന് എല്ലാം കൂടി ഇങ്ങനെ നാളത്തേക്ക് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കും. ആവശ്യമില്ലാത്തത് ഫ്രീസറിലേക്ക് ഇതെല്ലാം ഏത്തക്കായ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും മെഴുക്കുവരട്ടി ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് വെണ്ടയ്ക്ക. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ആവശ്യമില്ലാത്തതാണ്, അതും കുറച്ച് മാറ്റണം. ക്യാബേജിന് ഇനി അരിയാനേ ഉള്ളൂ. ബാക്കി ക്യാബേജും ബീട്രൂട്ടും ബാക്കി എല്ലാ സാധനങ്ങളും വേണ്ടാത്തതാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഒതുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പായസം ഞാൻ നല്ലോണം പറ്റിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിട്ടിട്ട്. ഇതൊരു ബേസ് മാതിരി ആയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ഇത് നല്ലോണം തണുത്തതിന് ശേഷം രാത്രി എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. ആവശ്യമുള്ളത് മാത്രം നാളെ എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മുടെ സാധാരണ പാലും മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് നമുക്ക് എത്ര ലൂസാക്കണം ആ പരുവം അനുസരിച്ചിട്ട് ഒരു നേരത്തേക്ക് എടുക്കത്തക്ക രീതിയിൽ 4 പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ളതാണ് നോക്കുന്നത്. 4ഓ 5ഓ ഒരാളെ എക്സ്പെക്റ്റ് വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഒരു ഫ്രണ്ടിനെയും കൂടി വിളിച്ചിട്ടുണ്ട്. വരുവാണെങ്കിൽ 5 പേർക്കുള്ളത് എടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു നേരം. അപ്പം ഇതാണ് നമ്മുടെ അടപ്രഥമൻ, അതിൻ്റെ ബേസ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ക്യാബേജ് തോരനാണ്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള മുളക് കീറിയിട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഉപയോഗിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല. പിന്നെ ഇതിൻ്റെ താഴെ അവിയലിനുള്ളത്. അവിയൽ ഒരു അവിയലിനുള്ള എല്ലാ പീസസും ഇതിൻ്റെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു കേട്ടോ. എൻ്റെ പകുതി ഞാൻ എടുത്ത് മാറ്റി ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം അത്രയും വേണ്ടാത്തതുകൊണ്ട് ഇനി ഇത് വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ട്
ഇതിൻ്റെ താഴെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് വെച്ചിരിക്കുന്നത്. അത് പരിപ്പ് വേവിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടെല്ലാം കൂടി ഉടച്ചെടുക്കും. പിന്നെ വാട്ട് ഇസ് ദിസ്, ഇതിനകത്ത് വൻപയറും കുമ്പളങ്ങി പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നാളെ വേവിച്ചെടുത്തിട്ട് അത് തേങ്ങാപ്പാലിട്ടിട്ട് ഓലനാക്കും, നമ്മുടെ ബീട്രൂട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ബാക്കി ചേരുവകളൊക്കെ നമ്മുടെ സൈഡ് ഡിഷസ് എന്ന് പറയുന്നത് ഇത് എല്ലാം ആ സൈഡിൽ കിടപ്പുണ്ട്. കാണുന്നുണ്ടോ? നാരങ്ങ, മാങ്ങ, ചിപ്സും ഇഞ്ചിപ്പുളിയും ശർക്കരയും പഴവും പിന്നെ ഒരു പപ്പടം. അതും കൂടി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഓണം ജോറായി. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ചവറ് വേസ്റ്റ് എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, വെജിറ്റബിൾ വേസ്റ്റും പിന്നെ അല്ലാണ്ട് വീടൊക്കെ തൂത്തതിന് ശേഷം വന്ന ആ കുഞ്ഞു ബാഗ് ഇതെല്ലാം കൊണ്ട് കളയണം. എന്നിട്ട് അത്തപ്പൂ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ നടുക്ക് ലൈക്ക് ഞാൻ കുറച്ച് ഫ്ലവർ ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്നില്ലേ, അതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക വാടാതിരിക്കാനായിട്ട്. അപ്പം ഇത് വാടും ഇത് വാടില്ല എന്നറിയില്ല. ഏതായാലും അതങ്ങനെ വെച്ചാലും കാണാൻ ഭംഗിയുണ്ട്. ബെസ്റ്റ് ലൈക്ക് നമുക്ക് അത്തമല്ലേ വേണ്ടത്. അപ്പം അത് ഈ നടുക്ക് ഒരു വൈറ്റ് ബേസ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിലാണ് വെക്കുന്നത്. അതിനകത്ത് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ട് അത് അതുപോലെ ഇവിടെ കൊണ്ടുവയ്ക്കും. ഇപ്പോൾ എൻ്റെ അത്തപ്പൂ ഇതാണ്, ആ ബേസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ളതൊക്കെ എടുത്ത് വെച്ചു. വിളക്കൊക്കെ എണ്ണ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിരിയിട്ടിട്ട്. അപ്പം നാളെ രാവിലെ ഞാൻ വിളക്ക് കത്തിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഓണപ്പാച്ചിൽ ഉത്രാടം അല്ല ശരിക്കും, ബെസ്റ്റിൽ ഞാൻ ടൈറ്റിൽ ഇടാൻ പോകുന്നത് ഉത്രാടപ്പാച്ചിൽ, എൻ്റെ ഉത്രാടപ്പാച്ചിൽ എന്നായിരിക്കും ഇടാൻ പോകുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് വൗണ്ട് ചെയ്യുവാണ്. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം, എനിക്ക് എൻ്റെ തലയിലൊക്കെ പെയിൻ്റ് അടിക്കണം, പിന്നെ കുളിച്ചിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് ബാക്കി പരിപാടി. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ.